ഈ അഴിമതിയും ദൈവഭക്തിയും രണ്ടും രണ്ടാണ്. അത് അങ്ങനെ പറയണ്ട. ശബരിമലയിലേക്ക് എത്തുന്ന വിശ്വാസികളുടെ എണ്ണം കുറയത്തില്ല, കൂടെയുള്ളൂ. അങ്ങനെ പോലെയാണ് അവിടെ ദക്ഷിണ ഇടുന്നതും അവിടെ വഴിപാട് നടത്തുന്നവരുടെ എണ്ണവും കൂടും. അവിടുത്തെ വരുമാനമൊന്നും കുറയത്തൊന്നുമില്ല. അത് വേറെ കാര്യം. പക്ഷേ അവിടെ നിന്നുള്ള അഴിമതി ഇല്ലാതാക്കണം എന്നുള്ള കാര്യം എല്ലാവരും ഒരേ ശബ്ദത്തിൽ ആവശ്യപ്പെടുകയാണ്, ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുള്ളൊരു സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോ പറഞ്ഞ പോലെ അത് തന്നെയാണ് ഈ അഴിമതി. അല്ല, ഞങ്ങൾ ഇനിയും അഴിമതി കാണിക്കും, ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല, ഭക്തർ ഇനിയും പൈസ തന്നുകൊണ്ടിരിക്കും. ആ ഒരു കോൺഫിഡൻസ് ഇതുപോലുള്ള അമ്പലക്കള്ളന്മാർക്കും ഫ്യൂച്ചറിൽ അവിടെ വരാൻ പോകുന്ന ഡെപ്യൂട്ടി കമ്മീഷണർമാർക്കും അസിസ്റ്റന്റ് കമ്മീഷണർമാർക്കും പ്രചോദനമാണ്. അല്ലല്ല, അതിനോട് ചോദിക്കാം. പൈസ അടിക്കാൻ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ പോകുന്നത് ശരിയല്ല. ഞാൻ പറയുന്നത് അവിടെ വിശ്വാസികളെത്തും, ദക്ഷിണ ഉണ്ടാവും, വഴിപാടുകൾ അതെല്ലാം ഉണ്ടാവും. പക്ഷെ അവിടെ വരുമാനവും കൂടും. എല്ലാവർക്കും വേണ്ടി വരുമാനം കൂടുമ്പോൾ ഞാൻ മോഷ്ടിക്കും. ഇത്രയും ആൾക്കാരെ അല്ലല്ല, മോഷ്ടിക്കുന്നവരൊക്കെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു കറക്റ്റീവ് സിസ്റ്റമായിട്ട് വേണം നമ്മൾ ഈ സംഭവത്തെ കാണാൻ. എൻ്റെ ചന്തു നായർ, എത്ര നാളായി ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. അല്ല, 2016-17 കാലഘട്ടങ്ങളിലാണ് ഈ കഴിഞ്ഞ ഒരു 15 വർഷത്തെ, അത് എൻ്റെ മിടുക്കൊന്നുമല്ല, ഹൈക്കോടതി ജഡ്ജായിരുന്ന തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ സാറാണ് എൻ്റെ ഓർമ്മയിൽ ഇത് ശരിയാക്കിയിട്ടേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞു വന്ന അദ്ദേഹം ഞങ്ങളൊരു ടീമായിട്ട് ഞങ്ങളവിടെ ചെയ്തു. എന്നിട്ടിപ്പോൾ എന്തായി? അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഈ 19-ലും 20-ലും ഒക്കെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യാത്ത രീതിയിലുള്ള ഭീകരമായ കാട്ട് കൊള്ളയാണ് അതിനകത്ത് നടന്നിരിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളിയിലൊന്നും നിൽക്കില്ല, അതിൽ കൂടുതൽ എവിടെ ഉണ്ട്, അതൊന്നും അന്വേഷിക്കാൻ ആരും വരുന്നില്ല. അത് വരും. ഇതിപ്പോ ആരെങ്കിലും യാതൊരു പ്രതീക്ഷയില്ല. അയ്യപ്പൻ തന്നെയാണ് കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നത്. യു മാർക്ക് മൈ വേർഡ്സ്, ഐ വിൽ ഗിവ് യു ഇൻ റൈറ്റിംഗ്. ഇങ്ങനെ പോയാൽ ഇവിടെ ഒന്നും നടക്കില്ല. ചന്തു പറഞ്ഞ പോലെ ഇതുപോലെ ഒരുപാട് തീർത്ഥാടകർ വരും, വരുമാനം കൂടും, ഞങ്ങൾ ഇനിയും മോഷ്ടിക്കും. ആ ഒരു ചിന്താഗതിയിലേക്ക് പോകുന്നത് ഞാൻ അങ്ങനെയാണ്. കറക്റ്റീവ് സിസ്റ്റമാണ് എല്ലാത്തിനും. സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മളത് കറക്റ്റ് ചെയ്യണം, അത് ശരിയാക്കി എടുക്കണം. അതാണ് നമ്മൾ സിസ്റ്റത്തിന് വേണ്ടി. ചന്തു, കറുത്ത പാറയില്ലേ നമുക്ക് ദേഷ്യം വന്ന് കടിച്ചിട്ട് വല്ല കാര്യമുണ്ട്, നമ്മുടെ പല്ല് പോകുന്നേ ഉള്ളൂ. ഇത് കുറെ നാളുകൊണ്ട് കുറെ ഈ തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ സാറിനെ പോലുള്ളവരും ഞങ്ങളെ പോലുള്ളവരും ഒക്കെ ഇത് ഇവിടെ കറക്റ്റ് ചെയ്യാൻ നോക്കി, ഒന്നും നടന്നില്ല. നിയമവ്യവസ്ഥ, മാധ്യമങ്ങൾ എല്ലാം നിൽക്കുന്ന ഇത് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. എന്ത് കറക്റ്റീവ് മെഷർ? ചന്തു, നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, എന്നിട്ട് ഇങ്ങനെയാണോ തന്നെ? നമ്മൾ ഒരു ഇരുട്ട ഭാവിയല്ല, നമ്മൾ ഇരുണ്ട ഭാവിയല്ല മുന്നിൽ കാണാം.